പറഞ്ഞില്ലേ, ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി തസ്തികകളിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. ഏകദേശം 22,000-ഓളം ഒഴിവുകളാണ് 2026 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും നിയമനങ്ങൾ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഡിപ്ലോമ കഴിഞ്ഞ ITI കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും ഇത് ശ്രദ്ധിക്കണം. കാര്യം അവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. ജനുവരി 20 മുതൽ ഫെബ്രുവരി 20 വരെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഓൺലൈനിൽ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻസ് കൊടുക്കുന്നുണ്ട് OBC-യിലും SC/ST-യിലുമുള്ള ആളുകൾക്ക്. അത് വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയും കൂടി ആവണം കേട്ടോ. അപ്പോൾ അത്തരമുള്ള ആളുകൾക്ക് 3 വർഷം മുതൽ 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻസ് കൊടുക്കുക. ഇനി പ്രധാനപ്പെട്ട പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റിന്, അതേപോലെ ബ്രിഡ്ജ്, അതേപോലെ ട്രാക്കിന്റെ മെയിൻ്റെനൻസ്, അതേപോലെ അസിസ്റ്റന്റിന്റെ തന്നെ PV എന്നൊക്കെ പറഞ്ഞ കുറേ ടേംസ് ഉണ്ട്. അസിസ്റ്റന്റ് TRD എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ലോക്കോ ഷെഡിന്റെ ഇലക്ട്രിക്കൽസ്, അതിന്റെ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, ഇത്തരത്തിൽ വേരിയസ് പോസ്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് 22,000 ഒഴിവുകൾ എന്ന് പറയുന്നത്. CBT എക്സാംസ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ എന്തൊക്കെ സബ്ജക്റ്റുകളാണ്? ഒന്ന് മാത്തമാറ്റിക്സ് വരും, കണക്കില്ലാണ്ട് മറ്റൊരു വഴിയില്ലല്ലോ. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിൽ തന്നെയാണല്ലോ. അപ്പോൾ മാത്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്. പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ 3 സബ്ജക്റ്റുകളാണ് ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് പഠിക്കാനുള്ളത്.